ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയുടെ 2-ാമത്തെ അധ്യായം സാഖ്യയോഗ. സാഖ്യയോഗയിലെ 3 ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത്. തൻ്റെ ഗുരുജനങ്ങളോടും ബന്ധുക്കളോടും യുദ്ധം ചെയ്യാൻ സാധിക്കത്തില്ല എന്നു പറഞ്ഞ് തേർത്തട്ടിൽ തളർന്നിരുന്ന അർജുനനെ തളരാതെ എഴുന്നേൽക്കൂ, എന്തിനാണ് ഇത്രയും വിഷമം, വീരനായ നിനക്ക് ഈ വിഷമം ചേരുന്നില്ല എന്നു പറഞ്ഞ് അർജുനനെ എഴുന്നേൽപ്പിക്കുന്ന ഭാഗം, ഭഗവാൻ അർജുനനെ എഴുന്നേൽപ്പിക്കുന്ന ആ ഭാഗം വരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത്. ബലഹീനത നിനക്കു ചേർന്നതല്ല, ഈ നീചമായ ഹൃദയ ദൗർബല്യം കളഞ്ഞ് എഴുന്നേൽക്കൂ പാർത്ഥ എന്ന് പറയുന്ന ആ ഭാഗം ഭഗവാനാണ് ഈ വിധം അർജുനനോട് പറയുന്നത്. ആ ഭാഗമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് 4-ാമത്തെ ശ്ലോകം നോക്കാം. അർജുന ഉവാച. അർജുനൻ പറഞ്ഞു, കഥം ഭീഷ്മമഹം സംഘേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹ അരിസൂദന. അർത്ഥം നോക്കാം. കഥം എങ്ങനെ, ഭീഷ്മ ഭീഷ്മരെ, അഹം ഞാൻ, സാഖ്യേ യുദ്ധത്തിൽ, ദ്രോണം ദ്രോണർ, ച കൂടെ, മധുസൂദന ഭഗവാൻ മധുസൂദനൻ, ഇഷുഭി അമ്പുകൊണ്ട്, പ്രതിയോത്സ്യാമി യുദ്ധം ചെയ്യുക, പൂജാർഹർ പൂജനീയർ, അരിസൂദന ശത്രുനാശക. ശ്ലോകാർത്ഥം. ഹേ ശത്രുനാശക, പൂജാർഹരായ ഭീഷ്മദ്രോണർമാരെ അമ്പുകൊണ്ട് ഞാൻ യുദ്ധത്തിൽ എങ്ങനെ നേരിടും? അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്. വിഷമങ്ങളെല്ലാം കളഞ്ഞ് എഴുന്നേൽക്കാൻ ഭഗവാൻ അർജുനനോട് പറയുമ്പോൾ തൻ്റെ മനസ്സിൽ ബാധിച്ചിരിക്കുന്ന അജ്ഞത ഏതു വിധേനയും മാറ്റണം എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട്, ഉറച്ചു നിശ്ചയിച്ചുകൊണ്ട് അർജുനൻ തൻ്റെ സംശയങ്ങൾ ഓരോന്നോരോന്നായി ഭഗവാനോട് ചോദിക്കുകയാണ്. ഇവിടെ എന്താണ് ചോദിച്ചത്? അല്ലയോ മധുസൂദന, പൂജാർഹരായ ഭീഷ്മ ദ്രോണർമാരെ അമ്പുകൊണ്ട് ഞാൻ എങ്ങനെ യുദ്ധത്തിൽ നേരിടും? ഇനി നമുക്ക് 5-ാമത്തെ ശ്ലോകം നോക്കാം. ഗുരു നഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ ഹത്വാർത്ഥ കാമാംസ്തു ഗുരു നിഹൈവ ഭുഞ്ചീയ ഭോഗാൻ രുതിര പ്രതിഗ്ധാൻ. അർത്ഥം നോക്കാം. ഗുരുൻ ഗുരുക്കന്മാർ, അഹത്വ കൊല്ലുന്നതിന് പകരം, ഹി വാസ്തവത്തിൽ, മഹാനുഭാവാൻ അർത്ഥം മഹാന്മാർ, ശ്രേയോ നല്ലത്, ഭോക്തം ഭക്ഷിക്കുക, ഭൈക്ഷ്യം ഭിക്ഷ, അപി സമമായ, ഇഹ ഇവിടെ, ലോകേ ലോകത്തിൽ, ഹത്വ കൊന്നിട്ട്, അർത്ഥകാമാൻ ധനമോഹം, തു വാസ്തവത്തിൽ, ഇഹ ഇവിടെ, ഏവ അതുകൂടാതെ, ഭുഞ്ചീയ ആസ്വദിക്കുക, ഭോഗാൻ സുഖസമൃദ്ധി, രുതിര പ്രതിഗ്ധാൻ രക്തപങ്കിലമായ. ശ്ലോകാർത്ഥം നോക്കാം. സംപൂജ്യരായ ഗുരുക്കന്മാരെ കൊല്ലുന്നതിന് പകരം ഏറ്റവും നല്ലത് എന്താണ്? ഭിക്ഷയെടുത്ത് ജീവിക്കുന്നതല്ലേ. അല്ലാതെ ഗുരുക്കന്മാരെ കൊന്നിട്ട് നമുക്ക് കിട്ടുന്ന സുഖങ്ങൾ എന്തിനാണ്? തന്നെയുമല്ല, രക്തം പുരണ്ട സുഖങ്ങളായിരിക്കും അങ്ങനെ നമ്മൾ ചെയ്താൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്നാണ് അർജുനൻ പറയുന്നത്. 6-ാമത്തെ ശ്ലോകം നോക്കാം.
ന ചൈതത് വിദ്മഹ കതരന്നോ ഗരീയോ യദ്വാ ജയേമ യദിവാനോ ജയേയുഹ യാനേവ ഹത്വാ ന ജിജീവിഷാമസ്തേ അവസ്ഥിതാഃ പ്രമുഖേ ധാർത്തരാഷ്ട്രാഃ. അർത്ഥം നോക്കാം. ന ഇല്ല, ച കൂടെ, ഏതത് ഇത്, വിദ്മ അറിയുന്നു, കതരന്നോ ഏത്, ന നമുക്ക്, ഗരീയ നല്ലത്, യദ്വാ യദുവ അതെങ്കിലും, ജയേമ ജയിക്കുക, യതി അങ്ങനെയെങ്കിൽ, വാ അഥവാ, നോ നമ്മെ, ജയേയു അവർ ജയിക്കുമോ, യാനു ആരെ, ഏവ സമമായ, ഹത്വ ഹനിച്ചിട്ട് അല്ലെങ്കിൽ കൊന്നിട്ട്, ന ഇല്ല, ജിജീവിഷാമ ജീവിക്കാൻ ആഗ്രഹം, സ്തേ അവർ, അവസ്ഥിതാഃ അവസ്ഥ, പ്രമുഖേ മുഖാമുഖം, ധാർത്തരാഷ്ട്ര ദുര്യോധനാദികൾ. ശ്ലോകാർത്ഥം നോക്കാം. ആരാണ് ജയിക്കുകയെന്നോ അതിൽ ഏതാണ് അധികം നല്ലതെന്നോ ഞാൻ അറിയുന്നില്ല. ആരെ ഹനിച്ചിട്ട് നാം ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലയോ അവരാണ് എനിക്ക് എതിരെ വന്ന് നിൽക്കുന്നത്. അർജുനന് വീണ്ടും സംശയം. ഞങ്ങൾ കൗരവരെ ജയിക്കുന്നതാണോ അതോ കൗരവർ ഞങ്ങളെ ജയിക്കുന്നതാണോ, ഏതാണ് ഞങ്ങൾക്ക് നല്ലത്? അതെനിക്ക് അറിഞ്ഞുകൂടാ. ഏതൊരു കൂട്ടരെ വധിച്ചാലും പിന്നെ ജീവിച്ചിരിക്കാൻ നമുക്ക് യാതൊരു അർഹതയുമില്ല. ആരു മരിച്ചാലും നമുക്ക് ദുഃഖം തന്നെയാണ്. സഹോദരന്മാരായിരുന്നിട്ടും കുട്ടിക്കാലം മുതൽക്കേ പാണ്ഡവന്മാരെ കൊല്ലാൻ സദാ യത്നിച്ചുകൊണ്ടിരുന്ന കൗരവന്മാർ ഒരു വശത്ത്, എന്തെല്ലാം തരത്തിൽ ദുഃഖിപ്പിച്ചിട്ടും ചതിച്ചിട്ടും അപമാനിച്ചിട്ടും സ്വജനങ്ങൾ എന്ന ഏക കാരണത്താൽ ധർമ്മയുദ്ധത്തിൽ പോലും കൗരവന്മാരെ കൊല്ലാൻ മടിക്കുന്ന അർജുനൻ മറുവശത്ത്. ആരെയാണോ താൻ വധിക്കരുത്, ആരൊക്കെയാണോ തൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകേണ്ടത് എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന എല്ലാവരും തന്നെ എന്നോട് യുദ്ധം ചെയ്യാൻ മറുപക്ഷത്ത് വന്നു നിൽക്കുന്നു. അതുകൊണ്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയാണ് അർജുനൻ ചിന്തിക്കുന്നത്. അർജുനൻ്റെ മനോഭാവം ഹൃദയ ദൗർബല്യം മാത്രമാണെന്ന് ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഈ നിലയിൽ ശുദ്ധബുദ്ധിയായ അർജുനൻ്റെ ഈ വിധത്തിലുള്ള ഹൃദയ ദൗർബല്യം മാറ്റണം എന്ന് ഭഗവാൻ നിശ്ചയിക്കുകയാണ്. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം നോക്കാം. കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ പ്യച്ഛാമിത്വാം ധർമ്മസമ്മൂഢചേതാഃ യത് ശ്രേയഃ സ്യാന്നിച്ഛിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേ അഹം ശാധിമാം ത്വാം പ്രപന്നം. അർത്ഥം നോക്കാം. കാർപ്പണ്യം പിശുക്കുള്ള, ദോഷോ ദോഷം, അപ വിപരീതം, ഹതഃ കൊല്ലപ്പെട്ട, സ്വഭാവ ജന്മസ്വഭാവം, പൃച്ഛാമി ഞാൻ ചോദിക്കുന്നു, ത്വാം അങ്ങയോട്, ധർമ്മ സമമൂഢചേതാഃ ധർമ്മം തിരിച്ചറിയാൻ പറ്റാത്ത മനസ്സ്, യത് ശ്രേയ ഏത്, യ എന്നുള്ളത് ഏത്, ശ്രേയ ഏത് ശ്രേയസ്, സ്യാത് ഒരു പക്ഷേ, നിശ്ചിതം സുനിശ്ചിതമായി, ബ്രൂഹി പറഞ്ഞു തന്നാലും, തന്മേ അത് എനിക്ക്, ശിഷ്യഃ ശിഷ്യൻ, സ്തേ അങ്ങയുടെ, അഹം ഞാൻ, ശാധി പഠിപ്പിച്ചാലും, മാം എനിക്ക്, ത്വാം അങ്ങയോട്,
പ്രപന്നം അഭയം പ്രാപിക്കുന്നു. അർജുനൻ തൊടുകയ്യാൽ ഭഗവാനോട് ഇങ്ങനെ പറയുകയാണ്: ധനമോഹത്താൽ ജന്മസ്വഭാവം നശിച്ച് ധർമ്മം തിരിച്ചറിയാൻ പറ്റാത്തവനായി തീർന്നിരിക്കുന്ന എനിക്ക് ശ്രേയസ് ഏതാണ് അതങ്ങ് പറഞ്ഞു തന്നാലും. ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. അങ്ങയെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു. എന്നെ വേണ്ടവണ്ണം അങ്ങ് ഉപദേശിച്ചാലും. അജ്ഞാനദോഷം കൊണ്ട് മങ്ങിപ്പോയ സ്വഭാവത്തോടു കൂടിയവനും തന്നിമിത്തം ധർമ്മം എന്തെന്നറിയാൻ കഴിയാത്ത മനസ്സോടു കൂടിയവനുമായ ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, മോക്ഷമാർഗത്തിനു വഴി തെളിക്കുന്നത് എന്താണോ അതെനിക്കങ്ങ് പറഞ്ഞു തന്നാലും. ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. അങ്ങെനിക്ക് വേണ്ട ഉപദേശങ്ങൾ തന്നാലും. ഈ വിധം പറയുകയാണ് അർജുനൻ ഭഗവാനോട്. 8ാമത്തെ ശ്ലോകം നോക്കാം. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോക മുച്ഛോഷണ ഇന്ദ്രിയാണാം അവാപ്യ ഭൂമാവസ പത്നമൃദ്ധം രാജ്യം സുരാണാമഭിജാധിപത്യം. അർത്ഥം: നഹി ഇല്ല, പ്രപശ്യാമി ഞാൻ കാണുന്നു, മമ എൻ്റെ, അപനുദ്യാത് ഇല്ലാതാക്കാൻ പറ്റില്ല, യച്ഛോകം ആ ദുഃഖം, ഉച്ഛോഷണ വരണ്ട, ഇന്ദ്രിയാണാം ബോധം, അവാപ്യ ലഭിച്ചിട്ട്, ഭൂമിയിലെ, അസപത്ന എതിരില്ലാത്ത, സമൃദ്ധം സമൃദ്ധി, രാജ്യം, സുരാണാം ദൈവത്തിൻ്റെ, അപി സമമായ, ച കൂടെ, ആധിപത്യം. ശ്ലോകാർത്ഥം: സമ്പന്ന രാജ്യമോ ദേവന്മാരുടെ മേൽ ആധിപത്യമോ ലഭിച്ചാൽ പോലും എൻ്റെ ഈ ദുഃഖത്തിന് നിവൃത്തിമാർഗം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അർജുനൻ ഇങ്ങനെ പറയുകയാണ്. എന്താണ് പറയുന്നത്? ഭൂമണ്ഡലത്തിൽ എതിരാളിയില്ലാത്തതും ഐശ്വര്യസമൃദ്ധവുമായ രാജ്യമോ സ്വർഗത്തിൻ്റെ ആധിപത്യമോ കിട്ടിയാൽ പോലും ഈ വിധത്തിൽ എനിക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ദുഃഖത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തൊക്കെ സുഖങ്ങൾ ഈ യുദ്ധം കൊണ്ട് ഞാൻ നേടിയാലും, ഇനി സ്വർഗം തന്നെ ലഭിച്ചാലും, ഈ ഭൂമിയിലെ മുഴുവൻ ആധിപത്യവും എനിക്ക് ലഭിച്ചാലും, ഇപ്പോൾ എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുഃഖത്തിന് പരിഹാരമുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ അർജുനൻ പറയുകയാണ്. കാരണം യുദ്ധം ചെയ്യാൻ അർജുനൻ തയ്യാറാകുന്നില്ല. അർജുനൻ്റെ മനസ്സ് യുദ്ധം ചെയ്യാൻ അർജുനനെ അനുവദിക്കുന്നില്ല. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം നോക്കാം. സഞ്ജയ ഉവാച. സഞ്ജയൻ പറഞ്ഞു: ഏവമുക്ത ഹൃഷീകേശം ഗൂഢാകേശഃ പരം തപഃ നയോത്സ്യ ഇതി ഗോവിന്ദമുക്ത തുഷ്ണീം ബഭൂവഃ. അർത്ഥം: ഏവം ഇപ്രകാരം, ഉക്ത്വാ പറഞ്ഞിട്ട്, ഹൃഷികേശനോട് കൃഷ്ണനോട്, ഗൂഢാകേശ നിദ്രയെ ജയിച്ചവൻ, പരന്തപ ശത്രുനാശകൻ, ന യോത്സ്യ ഞാൻ യുദ്ധം ചെയ്യുന്നില്ല, ഇതി ഇപ്രകാരം, ഗോവിന്ദനോട്, ഉക്ത്വാ പറഞ്ഞിട്ട്, തുഷ്ണീം മൗനം, ബഭൂവഃ അവലംബിച്ചു. സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുകയാണ്, ഇപ്രകാരം പറഞ്ഞിട്ട് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് ഗോവിന്ദനെ അറിയിച്ച് അർജുനൻ മൗനം പാലിക്കുന്നു എന്നാണ് ഇവിടെ സഞ്ജയൻ പറയുന്നത്. ഇവിടെ ഗൂഢാകേശൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഗൂഢാകേശൻ എന്ന വാക്കിൻ്റെ അർത്ഥം നിദ്രയെ ജയിച്ചവൻ എന്നാണ്. ആരാണ് നിദ്രയെ ജയിച്ചവൻ? അർജുനനാണ്. എങ്ങനെയാണ് അർജുനൻ നിദ്രയെ ജയിച്ചത്?
ഉറക്കമില്ലാതെ തപസ്സു ചെയ്യാൻ ശീലിച്ചിട്ടുള്ളവനാണ് അർജുനൻ. അജ്ഞാനമാകുന്ന നിദ്രയെ ജയിച്ചവൻ എന്നു വേണമെങ്കിലും പറയാം. പാർത്ഥനോടൊപ്പം ഭഗവാന്റെ നിത്യസാന്നിധ്യം തന്നെ അജ്ഞാന ജയത്തിനുള്ള തെളിവ് തന്നെയാണ്. അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാം. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം പറയാം. ഇങ്ങനെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ വയ്യ എന്നു പറഞ്ഞ് ഇരിക്കുന്ന അർജുനനോട് എന്താണ് ഭഗവാൻ പറയാൻ പോകുന്നതെന്ന് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നോക്കാം. നിങ്ങൾക്ക് ഇതുവരെ ഉള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം പറയുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ പറയണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. നിർബന്ധമായും ലൈക്ക് ചെയ്യണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.